എല്ലാ മാർഷൽ ആർട്ടിന്റെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാൻസയാണ്. കളരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വടിവുകൾ എന്ന് പറയുന്നത്. ഈ വടിവുകൾ സ്റ്റാൻസേഴ്സ് എന്നൊക്കെ പറയുന്നത് അത് മൃഗങ്ങളുടെ ശൈലിയിൽ നിന്നുണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗജവടിവ്, അശ്വവടിവ്, മാർജാര വടിവ് എന്നൊക്കെ പറഞ്ഞ് കളരിയിൽ പറയുന്നത് തന്നെ. ഇപ്പോൾ കുംഫുലൊക്കെ വരുമ്പോഴത്തേക്ക് അത് എലിഫന്റ് സ്റ്റാൻസ്, ഹോഴ്സ് സ്റ്റാൻസ്, മങ്കി സ്റ്റാൻസ്, ഇങ്ങനെയൊക്കെ പല രീതിയിലേക്ക്. അപ്പം അതിനൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ. അപ്പോൾ ഗജവടിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗജവടിവ് അല്ലെങ്കിൽ എലിഫന്റ് സ്റ്റാൻസ്. ഗജവടിവ് എന്ന് പറയുന്നത് ആന, ഗജം എന്ന് പറഞ്ഞാൽ ആന എന്നാണ്. അപ്പോൾ അതിന്റെ സ്റ്റാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ മൈക്ക് താഴെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിന്റെ കാല് രണ്ടും വരുന്നത് മുന്നിലോട്ട് തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് നോക്കുന്ന അങ്ങോട്ടായിരിക്കും കാലുകൾ വരുന്നത്. കാലുകൾ രണ്ടും വിടർത്തി സൈഡിലോട്ട് വരുന്ന രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ എൻ്റെ കാലുകൾ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെയായിരിക്കും കാലിന്റെ പത്തികൾ നിൽക്കുന്നത്. ഇതാണ് ഗജവടിവ് എന്ന് പറയുന്നത്. അത് ഗജവടിവ്, എലിഫന്റ് സ്റ്റാൻസ്. എലിഫന്റ് സ്റ്റാൻസ് എന്ന് പറയുന്നത് കുംഫുലൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഇതിനൊരു എന്തോ ഇതിന് സ്ട്രോങ് ആകാനും, നട്ടല് സ്ട്രോങ് ആകാനും, അതുപോലെ ഇപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വന്ന് തള്ളി കഴിഞ്ഞാൽ, പുറകിൽ നിന്നല്ല, ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻസാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻസ് അല്ലെങ്കിൽ വടിവ് എന്ന് പറയുന്നത് അത് ഗജവടിവാണ്. കാരണം ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ വന്ന് സൈഡിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു പോകില്ല, അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു വടിവാണിത്. ഈ ഇങ്ങനെ ഗജവടിവിൽ നിന്ന് പഞ്ചുകൾ ചെയ്യാറുണ്ട്. പഞ്ച് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്തത് രണ്ട് തരത്തിലുള്ള പഞ്ചാണ്. ഒന്നെന്ന് പറയുന്നത് ഈ രീതിയിൽ പിടിച്ചുകൊണ്ടുള്ളതും പിന്നെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഇത് യൂസ് ചെയ്യുന്നത് സാധാരണ കരാട്ടയിലാണ്, ഇത് യൂസ് ചെയ്യുന്നത് കുംഫുവിലാണ്. ഇനി അടുത്ത വടിവ് എന്ന് പറയുന്നത് അശ്വവടിവ് എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അശ്വവടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ് സ്റ്റാൻസ് ആണ്. കുതിര, അശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയുടെ സ്റ്റാൻസയാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാലാണോ മുന്നിൽ വെക്കുന്നത് ആ കാല് മടക്കിയായിരിക്കും നിൽക്കുന്നത്. അതുപോലെ ആ കാലിന്റെ പത്തി എന്ന് പറയുന്നത് നേരെയായിരിക്കും നിൽക്കുന്നത്. അതുപോലെ ബാക്കിൽ നിൽക്കുന്ന കാല് എങ്ങോട്ടാണോ ആ ബാക്കിൽ നിൽക്കുന്ന കാല് ശരിക്കും നമ്മുടെ ഈ കൈയുടെ ആവശ്യത്തോട്ട് ആ ഭാഗത്തോട്ടായിരിക്കും നിൽക്കുന്നത്. ഇതിന്റെ ക്ലോസ് വേണമെങ്കിൽ അടുത്ത ഈ വീഡിയോയുടെ കട്ടായിട്ട് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റാൻസ് വരുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറകിൽ നിന്നൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ തള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അത് ബാക്കിൽ നിന്ന് തള്ളിയാൽ മറിയാത്ത രീതിയിൽ സ്ട്രോങ് ആകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഞ്ചും കിക്കുകളും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കളരിയുടെ അടിതടകൾ എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഇതിലാണ്. അടിക്കുമ്പോൾ ശരിക്കും കയറി ഇതാണ് കളരിയുടെ അടി എന്ന് പറയുന്നത്. അത് വീശിയടി ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെയാണ് അടി വരുന്നത്. അതിൻ്റെ കുംഫുലേക്ക് വരുമ്പോൾ കയറി വന്നിട്ട് ഇതാണ് കുംഫുവിൻ്റെ പഞ്ചെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. പിന്നെ മാർജാര വടിവ് എന്ന് പറയുന്നത് അത് ഈ ഹോൾ സ്റ്റാൻസ് പോലെ നിന്നിട്ടാണ്. മാർജാര വടിവ് അല്ലെങ്കിൽ കുരങ്ങിന്റെ ഇത് വെച്ചിട്ടാണ്. അത് കുംഫുൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് മങ്കി സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് സമാനമായിട്ടുള്ളതാണ് ഈ ചിക്കൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് കോഴിയുടേത് ഇങ്ങനെയാണ് കൈ വരുന്നത്. കൈമുദ്ര വരുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഈ സെയിം രീതിയിലാണ് അത് ചെയ്യുന്നത്. ഈ സ്റ്റാൻസുകളെല്ലാം പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ശരിക്കും
ഈ മാർഷൽ ആർട്സിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത്